ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്ന് SDPI. വിഴിഞ്ഞം വിഷയത്തിൽ CPM-ൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് M. സ്വരാജ്. കോഴിക്കോട് നഗരത്തിലെ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം വൈകാതിരിക്കാൻ ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. പ്രൊവിഡൻസ് വിമൻസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ജൂലൈ 17 മുതൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്ന് SDPI. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജൂലൈ 15 മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. UDF സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ, നിങ്ങൾ തെരഞ്ഞെടുത്താൽ ഞങ്ങൾ PM ശ്രീ പദ്ധതി കടലിലെറിയും, ഞങ്ങൾ PM ശ്രീ പദ്ധതി ചവറ്റുകൊട്ടയിലെറിയുമെന്നൊക്കെ വോട്ടർമാരോട് പറഞ്ഞുകൊണ്ടാണ് ഇവര് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറുക, മതനിരപേക്ഷത സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി SDPI സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഒരു മാസത്തെ പ്രചരണ പരിപാടി ജൂലൈ 15 തുടങ്ങും. വാഹന പ്രചരണം, 1000 കോർണർ മീറ്റിംഗുകൾ, ഗൃഹസമ്പർക്ക പരിപാടികൾ, സമൂഹ മാധ്യമ ക്യാമ്പയിൻ എന്നിവയുണ്ടാകും. മുഖ്യമന്ത്രി VD സതീശൻ BJPക്ക് മുന്നിൽ മുട്ടിലിഴയുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. UDF മന്ത്രിമാർ ഗവർണർക്ക് മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു. ഗവർണർ തോന്നിയപടി നിയമനങ്ങൾ നടത്തുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കാനാണ് BJPയുടെ ശ്രമമെന്നും നേതാക്കൾ പറഞ്ഞു. മുൻ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ പേരിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് അവസരവാദപരമാണെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിലെ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം വൈകാതിരിക്കാൻ ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. നഗരത്തിലെ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം വൈകാതിരിക്കാൻ ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വന്ന സാഹചര്യത്തിൽ ബീച്ചിലെ ഫയർ സ്റ്റേഷൻ യൂണിറ്റ് മീൻചന്തയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ കോർപ്പറേഷൻ സ്റ്റേഡിയം കെട്ടിടത്തിലേക്കോ കല്ലുത്താൻകടവ് ന്യൂ പാളയം മാർക്കറ്റിലേക്കോ ഇത് താൽക്കാലികമായി മാറ്റാൻ ഗ്രീൻ മെട്രോ ബിൽഡേഴ്സ് CSR ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചു നൽകാമെന്ന് മുൻപ് സന്നദ്ധത അറിയിച്ചിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരത്തിൽ തന്നെ നിലനിർത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് MDC ജൂലൈ 11 മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ലഭിച്ചത്. എല്ലാവർക്കും ഫയർ സ്റ്റേഷൻ നഗരത്തിൽ വേണം. സ്ഥലം വിട്ടുകൊടുക്കാൻ സർക്കാരോ നഗരസഭയോ ആരും തയ്യാറല്ല. ഈ സാഹചര്യത്തിലാണ് അസോസിയേഷനായിട്ട് ബന്ധമുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനം 40 സ്ഥലത്ത് സൗജന്യമായി പുതിയ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നവരെ സൗജന്യമായി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതം നേരിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അന്നത്തെ PW മിനിസ്റ്റർക്കും ഫയർ ആൻഡ് റെസ്ക്യൂ അന്നത്തെ ജില്ലാ കളക്ടർ അന്ന് വളരെ മുമ്പ് തന്നെ ഞങ്ങൾ ആ സമ്മതപത്രം കൊടുത്താണ്. അതൊന്നും നടന്നിട്ടില്ല. മുഖ്യമന്ത്രി ഈ നിവേദനം ഉചിതമായ നടപടിക്കായി ഫയർഫോഴ്സ് DGPക്ക് കൈമാറിയിട്ടുണ്ടെന്ന് MDC ഭാരവാഹികളായ C. ചാക്കുണ്ണി, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, MV കുഞ്ഞാമു ഹാജി, PI അജയൻ, മധുജിത് കേലാട്ട് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വിഴിഞ്ഞം വിഷയത്തിൽ CPM-ൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് CPM നേതാവ് എം സ്വരാജ്. ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം സ്വരാജ് കോഴിക്കോട്ട് പ്രതികരിച്ചു. വിഴിഞ്ഞം വിഷയത്തിൽ CPM-ൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് CPM നേതാവ് എം സ്വരാജ്. ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ നേതാക്കളും അവരുടെ ശൈലിയിൽ പറയുന്നുവെന്നു മാത്രം. ദേശാഭിമാനി ലേഖകൻ വ്യക്തമായ സോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാകും റിപ്പോർട്ട് നൽകിയത്. ADGP MR അജിത് കുമാറിനെതിരായ നടപടിയെപ്പറ്റി വ്യക്തമായി അറിയില്ല. മന്ത്രിക്ക് നേരെ കറുത്ത തൂവാല ഉയർത്തിയതിന് 6 പേരെ വെടിവെച്ചു കൊന്ന ചരിത്രം കേരളത്തിനുണ്ട്. അന്ന് വടിയിൽ കൊടി പോലും കെട്ടിയിട്ടുണ്ടായിരുന്നില്ലെന്നും സ്വരാജ് പറഞ്ഞു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ കമ്മ്യൂണിസ്റ്റ് വേട്ട നടന്നു. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ പെട്ട വഞ്ചിയുമല്ല അന്നത്തെ കുപ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ചോര വീണ ഒരു നാടാണ്. 10 കമ്മ്യൂണിസ്റ്റുകാരാണ് കൊല്ലപ്പെട്ടത് ഉജ്ജയിത്തുമാണ്. 22 കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കായി 15 ദിവസം കഴിഞ്ഞപ്പോ സേലം സെൻട്രൽ ജയിലിൽ വെച്ച് വെടിവെച്ച് കൊണ്ടുവന്നത്. അതിൽ മിക്കവരും വടക്കേ മലബാറുകാരായിരുന്നു, മലയാളികളായിരുന്നു എന്നതാണ് വസ്തുത. ഈ സമയത്തെല്ലാം മദിരാശിയുടെ ഭാഗമായിരുന്ന മലബാറും അന്ന് പോലീസ് വകുപ്പെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് കോഴിപ്പുറത്ത് മാധവമേനോനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രൊവിഡൻസ് വിമൻസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂലൈ 17-ന് തുടക്കമാകും. പ്ലാറ്റിനം ജൂബിലി പരിപാടികളും ബിരുദദാന ചടങ്ങും ജൂലൈ 17-ന് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രോവിഡൻസ് കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് ആക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമത്തിലാണ്. ഇപ്പൊ തന്നെ 40 kV സോളാർ ഉണ്ട്. അതുപോലെ എല്ലാം പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇലക്ട്രോണിക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ പ്രോവിഡൻസിന്റെ ഒരു ചരിത്ര പുസ്തകം കൂടി എഴുതുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു തിയേറ്റർ കം സെമിനാർ കോംപ്ലക്സിന്റെ നിർമ്മാണം ഉടനെ തന്നെ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഒരു 1 വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പസ് ഫെസ്റ്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ചേർത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പസ് ഫെസ്റ്റ് സെപ്റ്റംബർ മാസം ഞങ്ങൾ നടത്തുന്നതായിരിക്കും. പ്രൊവിഡൻസ് വിമൻസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സ്വയംഭരണ നേട്ടത്തിനു ശേഷമുള്ള ആദ്യത്തെ ബിരുദദാന ചടങ്ങും ജൂലൈ 17-ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, MK രാഘവൻ MP, MLA അഡ്വക്കേറ്റ് K ജയന്ത്, കളക്ടർ മാധവിക്കുട്ടി MS, വാർഡ് കൗൺസിലർ ഹരീഷ് പറ്റങ്ങാടി തുടങ്ങിയവർ പങ്കെടുക്കും. ആദ്യകാലത്ത് 67 കുട്ടികളുമായി തുടങ്ങിയ കോളേജ് പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ 20 ബിരുദ കോഴ്സുകളും 6 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും 6 ഗവേഷണ കേന്ദ്രങ്ങളുമായി ഇന്ന് 2300-ലധികം വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന മികച്ച അക്കാദമിക കേന്ദ്രമാണ്. പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി 75 പ്ലാറ്റിനം ജൂബിലി സ്കോളർഷിപ്പുകളും സാമ്പത്തികമായി അർഹതപ്പെട്ട വിദ്യാർത്ഥിനിക്കുള്ള ഭവന നിർമ്മാണവും നിർവഹിക്കുമെന്നും കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സൗഹൃദത്തിന്റെ നിറങ്ങൾ ചാലിച്ചെഴുതിയ ഓർമ്മ പുസ്തകത്തിൽ പുതിയൊരു താൾ എഴുതി ചേർത്ത് മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സിലെ 1996-98 പ്രീ ഡിഗ്രി ബാച്ച്. പ്രിയപ്പെട്ട കലാലയത്തെയും അവിടുത്തെ കൂട്ടുകാരെയും ചേർത്ത് പിടിച്ചാണ് വീണ്ടും ക്യാമ്പസിൽ അവർ ഒത്തുകൂടിയത്. ഓട്ടോഗ്രാഫ് 96 എന്ന പേരിൽ നടന്ന പുനഃസമാഗമത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും കോളേജിന്റെ മുൻ പ്രിൻസിപ്പളുമായ ഡോക്ടർ S ജയശ്രീ നിർവഹിച്ചു.
സംഘാടക സമിതി ചെയർമാൻ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ വിപിൻനാഥ് പി അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പലിന്റെ പ്രതിനിധി പി ഷൈനി, ബാച്ച് പ്രതിനിധികളായ സി കെ ജംഷീദ്, കെ അനൂപ്, സംഗീത ഹരീഷ്, കെ കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പരിചയം പുതുക്കൽ, റീൽസ് ഓഫ് മെമ്മറീസ് പ്രദർശനം, ക്ലാസ് ഫോട്ടോ സെഷൻ, വിട പറഞ്ഞ അധ്യാപകർക്കും സഹപാഠികൾക്കുമുള്ള സ്മരണാഞ്ജലി, ക്യാമ്പസ് വിസിറ്റ് എന്നിവയും നടന്നു. ബാച്ച് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ടി സുമേഷ്, എം ബിജി, കെ ബിന്ദു, വി സി പ്രശാന്ത്, ടി വി ജോഷി, ഡോക്ടർ റമീള ദേവി, വിവിധ ക്ലാസ് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ടി കെ മുരളീധര പണിക്കരുടെ നോവൽ രക്തയക്ഷി പ്രകാശനം ചെയ്തു. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ബേപ്പൂർ ടി കെ മുരളീധര പണിക്കർ രചിച്ച രക്തയക്ഷി നോവൽ UK കുമാരൻ PP ശ്രീധരൻ ഉണ്ണിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഓരോരുത്തരുടെയും ഭാവിയും ബോധവും വർത്തമാനവും ആരോഗ്യസ്ഥിതികളും ഒക്കെ അന്വേഷിച്ചു വരുന്നവരുടെ മാനസിക നില എന്താണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇത്തരം തിരിച്ചറിവുകളിൽ നിന്നാണ് സാധാരണ ഇതുപോലെ നോവലുകൾ ഉണ്ടായി വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അതിലൊട്ടും നിരാശ നൽകുക. കാരണം ഇത്രമാത്രം എഴുതിയിട്ടും ജീവിതത്തിൻ്റെ തിരക്കുകൾ ഏറെ ഉണ്ടായിട്ടും സാഹിത്യവാക്യമായ കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെടേണ്ടി വന്നിട്ടും അദ്ദേഹത്തിന് സാഹിത്യ രചനയോട് അതീവ താല്പര്യമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. KF ജോർജ്, ഗാനിയ മെഹർ, ദേവരാജൻ തച്ചറക്കൽ എന്നിവർ സംസാരിച്ചു. M ഗോകുൽദാസ് പുസ്തക പരിചയം നടത്തി. ഗ്രന്ഥകർത്താവ് ബേപ്പൂർ ടി കെ മുരളീധര പണിക്കർ മറുമൊഴി പ്രസംഗം നടത്തി. ഈ കാലഘട്ടത്തിൽ ഓരോ പ്രധാനമായിരിക്കുന്ന കവിതകളൊക്കെ വായിച്ച് അതിൻ്റെ നിരൂപണങ്ങൾക്കുള്ള കാലഘട്ടം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം നിരൂപണമൊന്നും അറിയില്ല. PT നിസാർ, PK ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്രിക്കറ്റ് പ്രേമികളിൽ ആവേശമുണർത്തി കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ താരലേലം കോഴിക്കോട്ട് നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. 29 ക്ലബ്ബുകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 290ഓളം താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുത്തത്. സൂപ്പർ സീനിയർ, മാസ്റ്റേഴ്സ്, ജൂനിയർ വിഭാഗങ്ങളിലായി നടന്ന ലേലത്തിൽ താരങ്ങളെ സ്വന്തമാക്കാൻ ഫ്രാഞ്ചൈസികൾ തമ്മിൽ ശക്തമായ മത്സരമാണ് നടന്നത്. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ ഫാറൂഖ് അലിയെ റോയൽസും മൂസ നഹാസിനെ ഡയമണ്ട് ക്രിക്കറ്റ് ക്ലബ്ബും ഉയർന്ന തുകയ്ക്ക് സ്വന്തമാക്കി. ജൂനിയർ വിഭാഗത്തിൽ K ദിൽഷാദ് അലിയെ പ്ലാസ്കോ പ്ലാസ്റ്റിക് ടീമും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ഫഹദ് കരാനിയെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ടീം ദോസ്തിയും സ്വന്തമാക്കി. ഹോട്ടൽ സ്പാനിൽ നടന്ന താരലേലം MK രാഘവൻ MP സ്വിച്ച് ഓൺ ചെയ്തു. CMC പ്രസിഡന്റ് P ഫൗസൽ ഹസൻ അധ്യക്ഷനായി. VK ഫൈസൽ ബാബു MLA മുഖ്യാതിഥിയായി. ടൂർണമെന്റിന്റെ ട്രോഫി പ്രകാശനം കാരാടൻ സുലൈമാൻ നിർവഹിച്ചു. ഓൺലൈനിൽ ഭാഗ്യശാലിക്കുള്ള സമ്മാനം മെറാൾട്ട ജ്വൽ CMD ജലീലിടത്തിൽ കൈമാറി. കൗൺസിലർ TPM ജിഷാൻ, സുലൈമാൻ കാരാടൻ, ഡോക്ടർ റിനൂബ്, എലിസ്റ്റോ കാസിം മുഹമ്മദ്, BMH മാർക്കറ്റിംഗ് മാനേജർ നെസ്വിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓഗസ്റ്റ് 13 മുതൽ 16 വരെ നടക്കാവ് ടർഫോൺ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നരിക്കുനി കാരുകുളങ്ങര പ്രവാസി അസോസിയേഷൻ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തികൾക്കും ആദരമൊരുക്കി. 2025-26 അധ്യയന വർഷത്തിൽ പ്രദേശത്തു നിന്നും SSLC, +2, LSS, USS, NMMS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കാണ് അനുമോദനമൊരുക്കിയത്. ഹാരിസ് കുണ്ടുങ്ങരയുടെ അധ്യക്ഷതയിൽ നരുക്കിനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് അരനൂറ്റാണ്ടിലധികം നെടിയനാടിന്റെ സ്വന്തം ഡോക്ടറായി സേവനം ചെയ്ത ശങ്കരൻ, കമ്പ്യൂട്ടറും സംവിധാനങ്ങളും വരുന്നതിനു മുൻപ് ടൈപ്പ് റൈറ്റിംഗ് വിദ്യ പഠിപ്പിക്കുന്നതിൽ ദീർഘകാല സേവനം ചെയ്ത പത്മിനി, കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം ചെയ്ത ഡോക്ടർ PK അബ്ദുൽ ഖാദർ എന്നിവരെ പൗരാവലിയുടെ സാന്നിധ്യത്തിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷറഫുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം, വാർഡ് അംഗങ്ങളായ CK സലീം, നിഷ EV, ഗിരിജ CP, അപർണ നടുവിലിടത്ത്, വേണുഗോപാൽ NK, അഷ്റഫ് KO, ഷംനാസ് K തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ മജീദ് OP, ഷരീഫ് VC തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ചേകന്നൂർ മൗലവി അനുസ്മരണം ജൂലൈ 29 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. പ്രൊഫസർ MN കാരശ്ശേരി ചേകന്നൂർ മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തും. മുത്തക്കി പുരസ്കാരം ചടങ്ങിൽ സമർപ്പിക്കും. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ചേകന്നൂർ മൗലവി അനുസ്മരണവും മതഭീകരത വിരുദ്ധ ദിനാചരണവും ജൂലൈ 29 ടൗൺ ഹാളിൽ നടക്കും. പ്രൊഫസർ MN കാരശ്ശേരി ചേകന്നൂർ മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തും. മുത്തക്കി പുരസ്കാരം രാഹുൽ ഈശ്വറിന് മുസ്തഫ മൗലവി സമ്മാനിക്കും. 2025 മുത്തക്കി പുരസ്കാരം TP ചന്ദ്രശേഖരന് മരണാനന്തര ബഹുമതിയായി നൽകും. അതിനോടനുബന്ധിച്ച് നമ്മളൊരു മുത്തക്കി അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ഇപ്രാവശ്യം രാഹുൽ ഈശ്വറിനാണ് കൊടുക്കുന്നത്. മുത്തക്കി അവാർഡ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു മതമല്ല, ഇസ്ലാമിൽ സുന്നി ഷിയ മതങ്ങളെ കുറിച്ച് യാതൊരു പരാമർശവുമില്ല എന്ന ഖുർആനിക സത്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി, അതേപോലെ ധർമ്മബോധമുള്ളവർ എല്ലാ മതത്തിലുമുണ്ട് എന്ന ഖുർആനിക സത്യം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി, അതേപോലെ ചേകന്നൂർ മൗലവി പ്രചരിപ്പിച്ചിരുന്നൊരു കാര്യം 5 നേരത്തെ നമസ്കാരം മാത്രമല്ല അല്ലാഹുവിന്റെ പ്രാർത്ഥനാ രീതി, 5 നേരം നമസ്കരിക്കാത്തവരിലും മുത്തക്കികളുണ്ട് എന്ന ഖുർആനിക സത്യം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഏർപ്പെടുത്തിയ മുത്തക്കി അവാർഡ് ഈ വർഷം രാഹുൽ ഈശ്വറിന് നൽകും. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ജലീൽ, ജാഫർ അത്തോളി, സലാം പറവണ്ണ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മൂഴിക്കൽ യൂണിറ്റ് സമ്മേളനം ദർശനം ഗ്രന്ഥാലയത്തിൽ നടന്നു. മുൻ മേയർ MM പത്മാവതി ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മൂഴിക്കൽ യൂണിറ്റ് സമ്മേളനം ദർശനം ഗ്രന്ഥശാല MN സത്യാർത്ഥി ഹാളിൽ ജില്ലാ വൈസ് പ്രസിഡന്റും മുൻ മേയറുമായ MM പത്മാവതി ഉദ്ഘാടനം ചെയ്തു. ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ വൈദ്യശാലയുടെ കർക്കിടക കഞ്ഞിക്കിറ്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ഡയറക്ടർ ബോർഡ് അംഗം CN സുഭദ്രയ്ക്ക് കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രസിഡന്റ് PK ശാലിനി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി B സോമൻ കഴിഞ്ഞ 3 വർഷങ്ങളിലെ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. കുര്യൻ ജോൺ, സഫിയ, പുതിയോട്ടിൽ ചന്ദ്രൻ, KK സലാം, KT ഫിലിപ്പ്, P തങ്കം, പൊറ്റമ്മൽ ചന്ദ്രൻ, MA ജോൺസൺ എന്നിവർ സംസാരിച്ചു. മുതിർന്ന പൗരന്മാർക്കുള്ള റെയിൽവേ യാത്രാ ഇളവുകൾ പുനഃസ്ഥാപിക്കുക, KSRTC ബസ്സുകളിൽ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുക, വയോമിത്രം പദ്ധതിയുടെ ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രായപരിധി 60 വയസ്സായി ചുരുക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ യോഗം അംഗീകരിച്ചു. പുതിയ ഭാരവാഹികളായി PK ശാലിനി, B സോമൻ, VT ദേവരാജൻ, K ഗംഗാധരൻ, കമ്മാവിൽ ശ്രീധരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്ന് SDPI. വിഴിഞ്ഞം വിഷയത്തിൽ CPM-ൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് M. സ്വരാജ്. കോഴിക്കോട് നഗരത്തിലെ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം വൈകാതിരിക്കാൻ ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. പ്രൊവിഡൻസ് വിമൻസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ജൂലൈ 17 മുതൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.